الحمد لله نحمده ونصلي ونسلم على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ബഹുമാനം നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരെ, പ്രിയമുള്ള ഇൽമിന്റെ അഹ്ലുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വർത്തമാന കാലത്തെ മുഴുവനും വല്ലാതെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വിശിഷ്യ യുവതലമുറയെ അപകടത്തിലേക്ക് ആനയിക്കുന്ന പകരമില്ലാത്ത വിപത്തിന്റെ പേരാണ് ലഹരി എന്നുള്ളത്. ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും ഇന്ന് താരമായും തരംഗമായും യുവതലമുറ കൂടെ കൊണ്ടു നടക്കുകയും സ്വന്തം ഇഷ്ടങ്ങളുടെ പട്ടികയിൽ ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഈ അപകടകാരി വരുത്തി തീർക്കുന്ന നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല, മറിച്ച് നൈമിഷികമായ സുഖസന്തോഷങ്ങൾക്കും ആദിയിൽ നിന്ന് അകലം പാലിക്കുന്നതിനും മതിയായ പരിഹാരമായി ഈ നിശബ്ദ നാശകാരിയെ മനസ്സിലാക്കുന്നിടത്താണ് ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. ബാല്യത്തിന്റെ ചാപ്പല്യങ്ങളുമായി കലാലയത്തിന്റെ കവാടം കടക്കുന്ന കൊച്ചു കുരുന്നുകളുടെ കൈകളിലെ വർണ്ണശബളമായ മധുര പൊതികളിൽ തുടങ്ങി ജീവിതത്തിന്റെ തിരക്കേറിയ ദ്രുതഗതിയിലുള്ള സഞ്ചാരത്തിനിടയിൽ വിഷാദബോധത്തിൽ വീർപ്പുമുട്ടുന്ന ശതകോടീശ്വരന്മാരുടെ വരെ മനസ്സമാധാനത്തിന്റെ പിടിവള്ളിയായി ഇന്ന് MDMഉം ബ്രൗൺ ഷുഗറും കൊക്കൈനും തുടങ്ങി ഹശീഷ് വരെ ഇന്നെത്തി നിൽക്കുന്നു. കരുണയും കാരുണ്യവും വാത്സല്യവും ആർദ്രതയും അന്യമായ ആധുനിക ലോകത്ത് അവഗണിക്കപ്പെടുന്നു എന്ന് സ്വയം മനസ്സിലാക്കി ഇനി തനിക്ക് കൂട്ടിന് ആരുണ്ടെന്ന അന്വേഷണത്തിനൊടുവിൽ ഇവർ ഈ മഹാവിപത്തിനെ സഹചാരിയായും മനസ്സമാധാനത്തിന്റെ പിടിവള്ളിയായും കൂടെ കൂട്ടുന്നത്. 0.1% ലഹരി ശരീരത്തിൽ കലരുന്നതോട് കൂടി തന്നെ മനുഷ്യന്റെ സമനില നഷ്ടപ്പെടുമെന്നടുത്ത് ശാസ്ത്ര ലോകത്തിന്റെ പഠനങ്ങൾ എത്തി നിൽക്കുമ്പോൾ വിവിധ വർണ്ണങ്ങളിലും വിഭിന്ന രുചികളിലും വ്യത്യസ്ത രൂപങ്ങളിലും വിതരണം ചെയ്യപ്പെടുന്ന ഈ രാസപദാർത്ഥങ്ങൾ ഒരു സമൂഹത്തെ തന്നെ വംശനാശത്തിന് വിധേയമാക്കാൻ കെൽപ്പുള്ളവയാണെന്ന് തിരിച്ചറിയാൻ നാം ഇനിയും വൈകുന്നത് വളരെ ദുഃഖകരമാണ്. ലഹരിയെയും ലഹരി പദാർത്ഥങ്ങളെയും പ്രാണന തുല്യം പ്രണയിച്ചിരുന്ന പ്രാകൃതരായ 6ാം നൂറ്റാണ്ടിലെ അക്ഷരാഭ്യാസമോ ആദർശബോധമോ അല്പം പോലുമില്ലാത്ത അറബികൾക്കിടയിൽ അവതരിച്ച ആത്മീയ നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ അന്തിമ വേദം അന്നേ വിളിച്ചു പറഞ്ഞതാണ്. അതെ, നാശനഷ്ടങ്ങൾക്ക് നിമിത്തമാക്കുന്നവകൾക്ക് അരികിലേക്ക് അറിഞ്ഞോ അറിയാതെയോ അടുക്കുന്നതിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് മനുഷ്യാനിനക്ക് ബുദ്ധി. കാരണം ഉള്ളിലേക്ക് കടക്കുന്ന ലഹരിയുടെ കരുത്തിൽ പരിസര ബോധം മറന്നു പോകുന്ന മനുഷ്യന് തന്റെ പ്രവർത്തികളെ കുറിച്ച് യാതൊരു ബോധ്യവും ഉണ്ടാവുകയില്ല. അടുത്തു നിൽക്കുന്നത് ജന്മം നൽകിയ മാതാവോ ഒരു ഉദരത്തിൽ പിറന്ന സ്വന്തം ചോരയായ സഹോദരിയോ എന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ ആ മനുഷ്യൻ വല്ലാതെ ലഹരിയിൽ ആണ്ടുപോയിരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. മനസ്സും മസ്തിഷ്കവും നയനങ്ങളും ശ്രവണപുടങ്ങളും പ്രവർത്തനരഹിതമാവുകയും സജീവതയിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്ക് കളം മാറുകയും ഒടുവിൽ മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന അധമാവസ്ഥയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇനിയും ഒരുപടി കൂടി താഴേക്ക് പോകാൻ സാധ്യമെങ്കിൽ അവിടെയും സാന്നിധ്യം ഉറപ്പിക്കാൻ ലഹരിയിൽ മുങ്ങിയ മനുഷ്യൻ തയ്യാറാണ്, റെഡിയാണ്. ഇത്തരം കെണികളെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചത് കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സമൂഹത്തിൽ നിന്നും ലഹരിയെ വിഭാടനം ചെയ്യണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നടത്തിയ നിയമോപദേശത്തെ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് വിവരിക്കുന്നു. മനുഷ്യന്റെ സ്വബോധത്തിന് ഭീഷണി മുഴക്കുന്ന മാനുഷിക ബുദ്ധിക്ക് കളങ്കം സൃഷ്ടിക്കുന്ന അഖില വസ്തുക്കളും നിഷിദ്ധമാണ്. ചുരുക്കത്തിൽ സ്വസ്ഥമായ ജീവിത ചുറ്റുപാടിൽ സഞ്ചരിക്കുന്ന മനുഷ്യനെ അശാന്തിയുടെയും അപക്വമായ നീക്കങ്ങളുടെയും മലീമസമായ ലോകത്തിലേക്ക് ആനയിക്കുന്ന ഈ ലഹരിയെ സമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഒഴിച്ചുകൂടാനാവാത്ത അനിവാര്യമാണ്. ജീവനുണ്ടായിരുന്നിട്ടും ജീവച്ഛവമായി ജീവിതത്തെ തള്ളി നീക്കേണ്ടി വരുന്ന ഈ വികൃതമായ ജീവിത ചുറ്റുപാടിൽ നിന്നും മാറി സുച്ഛവും സുരക്ഷിതവും സുഭദ്രവുമായ ഒരു പുതുജീവിതത്തെ നാം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടത് കേവലം വൈദ്യശാസ്ത്ര ക്ലാസുകളോ ധർമ്മോപദേശങ്ങളോ അല്ല. ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ടെന്ന ആത്മവിശ്വാസം അവരുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്.
കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് വഴി തുറക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ചേർത്ത് നിർത്തിയുള്ള ഒരു ജൈത്രയാത്രയിലൂടെ ഒരു പുതുജീവിതം കെട്ടിപ്പടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം തുടരുന്നു. വേദിയിൽ അടുത്തതായി ചെസ് നമ്പർ 226. ജഡ്ജസ് പ്ലീസ് നോട്ട്.